കണ്ട് കൊടുക്കും. അതേ തൊടുപുഴ സംഭവിച്ചിട്ടുള്ളൂ. ലോകാദരണീയനായിട്ടുള്ള ഒരു പ്രവാചകനെ അധിക്ഷേപിച്ചവനെ, ഒരുപക്ഷെ SNDPയുടെ സ്ഥാപകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ച അദ്ദേഹത്തെ നായന്റെ മോനെ എന്ന് വിളിക്കുന്ന ഒരുത്തനെ ഇവിടുത്തെ ഈഴവ സമുദായത്തിലെ കുടുംബത്തിൽ പിറന്ന ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുമോ? അന്തക്കരയോ അയ്യങ്കാളിയോ തന്തയ്ക്ക് പറഞ്ഞാൽ അദ്ദേഹം തന്തയ്ക്ക് പിറക്കാത്തവരെന്ന് വിളിച്ചാല് ഇവിടുത്തെ ദളിത് ജനവിഭാഗങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമോ? മഹാത്മാഗാന്ധിയെ ചീത്ത വിളിച്ചാൽ ഇന്ത്യ രാജ്യത്തെ പൗരബോധമുള്ള ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുമോ? അത്തരത്തില് ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സില് അദ്ദേഹത്തോട് ആദരവ് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജനവിഭാഗത്തിലെ ആളുകള് അദ്ദേഹത്തെ ചീത്ത വിളിച്ച ഒരുത്തനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അതിനെ നിയമപരമായി തന്നെ നേരിടണം. അതിനകത്ത് നമുക്ക് വിയോജിപ്പുകളില്ല. പക്ഷെ അതിന്റെ പേരുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തി കടന്നാക്രമിച്ചുകൊണ്ട് അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യേക്കാമെന്ന് വിചാരിച്ച അവിടെ തെറ്റുപറ്റും. ഇതിപ്പോ നമുക്ക് തോന്നി ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. കേരളത്തില് കൈവെട്ടുക, കാലുവെട്ടുക, തലവെട്ടുക എന്നൊക്കെ പറഞ്ഞാല് എന്തോ ചരിത്രത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള സംഭവം. അഷ്റഫ് മൗലവി സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളുടെ പർവ്വതീകരണം അത് ഈ സംഭവത്തിൽ ഉണ്ടായതുപോലെ കേരളത്തിൽ മറ്റു സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ എത്രമാത്രം വലിയ മാധ്യമ ചർച്ചകൾക്ക് എത്രയോ മുമ്പ് ഈ സമൂഹത്തിലെ കലാപങ്ങളെ തെറ്റുകൾ ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. കണ്ണൂർ ജില്ലയില് SFIയുടെ സംസ്ഥാന നേതാവായിരുന്ന അനിയൻ കുഞ്ഞെന്ന് പറയുന്ന ആളെ വഴിയിലിട്ട് വെട്ടിനുറുക്കിയിട്ട് RSSന്റെ സംഘപരിവാദിന്റെ തീവ്രവാദികള് അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെടുത്തുകൊണ്ട് പോയി കൊടിമരത്തിൽ തൂക്കിയിട്ടില്ലേ? അന്ന് ആ കൊടിമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കൈപ്പത്തിയെ നോക്കിയിട്ട് കയ്യെ നോക്കിയിട്ടാ അവിടുത്തെ DYFIക്കാരെ മുദ്രാവാക്യം വിളിച്ചത്. ഉയരുന്ന കൈ അറുത്തെടുത്ത് അത് നിങ്ങൾ കൊടിമരത്തിൽ കൊണ്ട് നാട്ടി, അത് തന്നെ ഇനി മുതൽ ഞങ്ങൾക്ക് കൊടിയെന്ന് കരുതുന്നു ഞങ്ങൾ ചക്കാവേ. സംഘപരിവാറുകാരൻ വെട്ടിയെടുത്ത ആ കയ്യെ അത് ഞങ്ങൾ ഇനി കൊടിയായിട്ട് കണക്കാക്കുന്നു. അവിടെ നിർത്തിയില്ല. രണ്ടു വരിയും കൂടെ പറഞ്ഞു കേരളത്തോട്. അനിയനെ കൊന്നവരോടുള്ള പ്രതികാരം അത് ഞങ്ങൾ മനസ്സിൽ കുറിച്ചിടുന്നു. ഒരു പിടി പൂക്കളും ചുടുനെടുവീർപ്പുമായി അണയില്ല ഞങ്ങളുടെ രോക്ഷം. എന്താ പറഞ്ഞത്? അനിയൻ കുഞ്ഞിനെ കൊന്നവരോടുള്ള പ്രതികാരം രണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു പതാക ഉയർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ കൊണ്ടുപോയി പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് മടങ്ങിപ്പോയി ഞങ്ങൾ അവസാനിക്കില്ല, അത് ഞങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. കാണിച്ചു തന്നില്ലേ കേരളത്തില്? അനിയൻ കുഞ്ഞ് വധക്കേസിലെ 9 പ്രതികളെ 6 വർഷം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു CPMന്റെ ഓഫീസിന്റെ തിണ്ണവരെത്താൻ കാക്കിയിട്ട് ഏതെങ്കിലും ഒരുത്തിന് തണ്ടേറുണ്ടായിട്ടുണ്ടോ? പരസ്യമായി പറഞ്ഞിട്ടാ ചെയ്തത്. CPMകാരന്റെ ഓഫീസിന്റെ അടുത്തെങ്ങാൻ ചെന്ന കൈവെട്ടിക്കളയോര് പേടിയുണ്ട്. ഇവിടെ നമ്മളത് ചെയ്യാത്തത് SDPIയുടെ ഓഫീസിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ SDPIയുടെ പോഷക സംഘടനകളുടെ ഓഫീസിലേക്ക് വരുമ്പോ നമ്മൾ പ്രതികരിക്കാൻ തന്റേടമില്ലാത്തതോ കയ്യും കാലും ആർക്കെങ്കിലും പണയം വെച്ചത് കൊണ്ടോ അല്ല, ഈ ജനാധിപത്യ രാജ്യത്തോട് ഒരു കൂറ് പുലർത്തുന്നതുകൊണ്ടാ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോട് കൂറുള്ളത് കൊണ്ടാ. അത് എല്ലാ കാലത്തും പ്രതീക്ഷിക്കരുത്. അതാ പറയാനുള്ളത്, അത് എല്ലാ കാലത്തും പ്രതീക്ഷിക്കരുത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് KV സുധീഷിനെ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മുമ്പിലിട്ട് 62 കഷണങ്ങളാക്കി വെട്ടിനുറുക്കിയത് സംഘപരിവാറുകാരനാ. അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് തുടയിലെ മുറിവിൽ ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി കടത്തി വെക്കാമായിരുന്നു. ഒരു ചെറുവിലൻ അണക്കാൻ ഏതെങ്കിലും ഒരു ചാനലിൽ ചർച്ചയായോ? ഏതെങ്കിലും ഒരു പത്രമാധ്യമം അതിനെ കുറിച്ച് 1-2 മാസം ഫീച്ചർ എഴുതിയോ? ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ പ്രചരിപ്പിക്കുന്ന കൈവെട്ട് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആളുകള് അതേ മുസ്ലിം ലീഗുകാരല്ലേ ഇതുപോലെ തന്നെ ഒരു പാവപ്പെട്ട അധ്യാപകനെ ക്ലസ്റ്റർ യോഗത്തിനിടയ്ക്ക് ഒറ്റ ചവിട്ടിന് കൊന്നത്. എന്താ TJ ജോസഫിനുള്ളതിനേക്കാളും വേറെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് ഇല്ലാത്തതിനേക്കാളും വേറെ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങളുണ്ടോ ജോസഫിന്? അതേ പ്രൊഫസർ TJ ജോസഫിനെ പോലെ തന്നെ അത്തരത്തിൽ തന്നെ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാ പ്രൊഫസർ അനസ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് 1 രൂപ വരുമാനം കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ജോലി പോയി. കുറ്റവാളി അല്ലാതിരുന്നിട്ടും അതിപ്പോ ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ, കോടതി ഇരിക്കുന്ന ഒരു കേസാ. അതിനെക്കുറിച്ച് പ്രസ്താവന നടത്തുന്നത് ചിലപ്പോൾ പ്രശ്നങ്ങളാവാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹം വിചാരിക്കുന്നത് മറ്റേത് കോടതി വിധിയേക്കാൾ ഈ രാജ്യത്തെ ജനാധിപത്യ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റവാളിയല്ലാത്ത ഒരു അധ്യാപകനെ 92 ദിവസക്കാലം പിടിച്ച് ജയിലിലിട്ടിട്ട് അദ്ദേഹത്തിന് 1 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായോ? ഇദ്ദേഹം ഒരു അധ്യാപകനല്ലേ? ഇവിടാണ് നമ്മൾ പറയുന്നത് വിവേചനം ഈ രാജ്യത്ത് നടക്കുന്നു.
അടിസ്ഥാനപരമായി ഈ രാജ്യത്ത് ചില ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന മറ്റു ചില ആളുകൾക്ക് കിട്ടുന്നില്ല. 9.5 കൊല്ലക്കാലം അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനെ, നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം, മുസ്ലിം പണ്ഡിതനെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് 9.5 കൊല്ലം കഴിഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തിലെ പരമോന്നത നീതിപീഠമടക്കം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പോവാം. നഷ്ടപ്പെട്ടു പോയ 9.5 വർഷക്കാലം അനാഥരെ പോലെ ജീവിക്കേണ്ടി വന്ന 2 കുട്ടികള്, വിധവയെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു ഭാര്യ, മകൻ ഉണ്ടായിട്ടും മകനില്ലാത്ത ദുഃഖത്തിൽ ജീവിക്കേണ്ടി വന്ന മാതാപിതാക്കള്, അവരുടെ ദുഃഖത്തിനൊന്നും ഒരു മറുപടിയും പറയണ്ട. 9.5 വർഷക്കാലം ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇമാമായിട്ടിരുന്നാൽ അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന ശമ്പളം, പോട്ടെ ഏതെങ്കിലും ഒരു സാധാ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിച്ചാൽ കിട്ടുമായിരുന്ന ശമ്പളം, അത് ആ മനുഷ്യന്റെ കയ്യിലോട്ട് എടുത്തു കൊടുത്തിട്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത നിങ്ങളോട് തെറ്റു ചെയ്തു എന്ന് പറയാൻ, മാപ്പ് നൽകണമെന്ന് പറയാൻ, ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഏതെങ്കിലും ഒരു ഭരണകൂടം തയ്യാറായോ? അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ള ഇന്ന് അൻവാർചേരി വരെ പോകാനുള്ള വണ്ടിക്കൂലി എന്ന് പറഞ്ഞ് 500 രൂപ എടുത്ത് പോക്കറ്റിലോട്ട് കൊടുക്കാനുള്ള ജനാധിപത്യ മര്യാദ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തി പ്രസ്ഥാനം കാണിച്ചോ? കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് 1 രൂപ ശമ്പളം വാങ്ങിക്കാതെ കുറ്റവാളിയല്ല എന്ന് ജനാധിപത്യ കോടതി വിധി എഴുതിയ പ്രൊഫസർ അനസിന് എന്നാ പിന്നെ പോട്ടെ നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഘടന 5000 രൂപ പിരിച്ചു കൊണ്ടുപോയി കൊടുത്തോ? മറുവശത്ത് സംഭവിച്ചതെന്താ? ആസൂത്രിതമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും, വിവരദോഷിയാണെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ പൊതുസമൂഹവും പറഞ്ഞ കുറ്റവാളിയാണ് എന്ന് കേരളീയ സമൂഹം വിധി എഴുതിയ ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ടപ്പോ, ആരുമാകട്ടെ അദ്ദേഹത്തെ ആക്രമിച്ചത്, അദ്ദേഹം ആക്രമിക്കപ്പെട്ടപ്പോ പരമാവധി 2-3 ലക്ഷം രൂപ കൊടുത്താൽ അദ്ദേഹത്തിന് ചികിത്സ കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോ കഴിഞ്ഞ 4.5 മാസക്കാലം കൊണ്ട് മൂവാറ്റുപുഴയിലെ പ്രൊഫസർ TJ ജോസഫിന്റെ അക്കൗണ്ടിൽ 43,60,000 രൂപ ഞാനും നിങ്ങളും നികുതി പണം കൊടുക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ആ മതതീവ്രവാദിയായ അധ്യാപകന്റെ അക്കൗണ്ടിലേക്ക് ചെന്നത് 5 ലക്ഷം രൂപ. ഈ സാമൂഹിക വിവേചനത്തോടാണ് നമ്മൾ പ്രതികരിക്കണമെന്ന് പറയുന്നത്. 9.5 കൊല്ലക്കാലം നിരപരാധിയായി ജയിലിൽ കിടന്ന ഒരാൾക്ക് 10 രൂപ നഷ്ടപരിഹാരം കൊടുക്കാത്ത ഒരു ജനാധിപത്യ സമൂഹം, KT ജയകൃഷ്ണൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരനായ അധ്യാപകൻ, നമ്മൾ മനുഷ്യരായി തന്നെ കണക്കാക്കുന്നത് എത്ര കുറ്റവാളിയാണെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ 32 കുട്ടികളുടെ മുമ്പിലിട്ട് കഷണങ്ങളാക്കിയിട്ട് CPM തീവ്രവാദികൾ വെട്ടിനുറുക്കിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കൊണ്ടുപോയി 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കേരളത്തിലെ ഒരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ആ സ്ഥാനത്താണ് പ്രൊഫസർ TJ ജോസഫിന് 43,60,000 രൂപ 4.5 മാസക്കാലം കൊണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ അജണ്ടയാ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നു ഈ കൊണ്ടുപോയി കൊടുക്കലും ഈ ചർച്ചകളും ഒന്നും ആദ്യം പറഞ്ഞതുപോലെ ജോസഫിനെ കണ്ടിട്ടല്ല, ജോസഫിനെ കണ്ടിട്ട് ചെയ്യുന്നതല്ല. ഈ രാജ്യത്ത് 63 ആണ്ടുകാലമായി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഏതൊക്കെ കാലത്ത് ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തീവ്രവാദമെന്നും ഭീകരവാദമെന്നും നക്സലിസമെന്നും മാവോവാദമെന്നും ഒക്കെ പറഞ്ഞ് അടിച്ചമർത്തുന്നതിന് വേണ്ടി അജണ്ട അന്വേഷിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ മുമ്പിലേക്ക് വീണ് കിട്ടിയ ഒരു വാർത്ത മാത്രം. അതുകൊണ്ട് അവർ ആഘോഷിക്കുന്നത്, അതുകൊണ്ട് അത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അതിനപ്പുറത്തുള്ള ഒരു പ്രാധാന്യവും ആ സംഭവത്തിനില്ല. പക്ഷെ ഇവർക്ക് ആവശ്യം വരുംകാല ഇന്ത്യയുടെ രാഷ്ട്രീയ സമര ചരിത്രത്തെ തീരുമാനിക്കാൻ പോകുന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന കീഴാള മർദ്ദിത ജനവിഭാഗങ്ങൾ കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ 18 സംസ്ഥാനങ്ങളിൽ കൊടിയെടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലെ 140 മണ്ഡലങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ നക്ഷത്രാങ്കിത ത്രിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് ഇതാ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് പിറവിയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമുക്ക് പിന്നിൽ അണിനിരത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർ നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം കണ്ടിട്ട് ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഈ ഞങ്ങൾ ഭയപ്പെടാൻ തയ്യാറല്ല എന്ന് 1.5 കൊല്ലം കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ കണ്ട് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെയാണോ
ഈ രാജ്യത്തെ കീഴാളൻ, ഈ രാജ്യത്തെ അടിയാളൻ, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങള്, ഈ രാജ്യത്തെ ദളിതുകള് അവരാരെയാണോ 63 കാലമായി ഭയപ്പെട്ടിരുന്നത് അവര് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവർ നമ്മളെ കണ്ട് പേടിച്ചിരിക്കുന്നു. അവർ ഈ കൊടി കണ്ട് ഞെട്ടിയിരിക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിലുള്ളത്. മറ്റൊരു ഒളി അജണ്ടയുമില്ല. അതിന് പറയുന്നത് എന്താ? നമ്മൾ തീവ്രവാദികളാ, നമ്മൾ ഭീകരവാദികളാ, ഇവരെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ടവരാ, ഇവര് ദേശദ്രോഹികളാ. എന്താ പറയുന്നത്? നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തെ, വ്യക്തികളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല അജണ്ട എന്ന് പറയുന്നത് ആ പ്രസ്ഥാനങ്ങൾക്ക് മേൽ തീവ്രവാദ മുഖമുദ്ര ഉണ്ടാക്കി കൊടുക്കുക. ആദരണീയനായ അഷ്റഫ് മൗലവി പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. എത്ര ആസൂത്രിതമായിട്ടുള്ള അജണ്ടയാണ് ഈ രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. അപ്പൊ നിങ്ങൾ വേറൊന്നും നോക്കണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 1957 കേരള സംസ്ഥാനം രൂപം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായ EMS ഭരിച്ച കാലം മുതല് കേരളം ഭരിക്കുന്ന ഒരുപക്ഷെ ചരിത്രപരമായി രേഖപ്പെടുത്തി വെക്കാവുന്ന കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം ഭരിക്കുന്ന അവസാനത്തെ ഒടുക്കത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ VS അച്യുതാനന്ദന്റെ കാലം വരെയുള്ള മുഴുവൻ ജനാധിപത്യ ഇടപെടലുകളും നോക്കുക. അതിനകത്ത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്തു വെക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് പ്രൊഫസർ അനസിന്റേത്. പക്ഷെ നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ഇവിടെ JSSന്റെയോ CMBയുടെയോ, ഞാൻ അങ്ങനെ പറഞ്ഞത് 10 ആളുകളെ ഒരു വാർഡിൽ വിളിച്ചുകൂട്ടാൻ പറ്റാത്ത, പേപ്പറിൽ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ചത് എങ്കിൽ CNN-ഉം BBC-യും അടക്കം അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും ചർച്ചകളും സംപ്രേഷണം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ തിരിച്ചറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല മൂവാറ്റുപുഴയിൽ നിന്ന് പുത്തനത്താണി വരെ KSRTC ബസ്സിൽ യാത്ര ചെയ്താൽ പോലും പൊതുസമൂഹം പ്രൊഫസർ അനസിനെ തിരിച്ചറിയില്ല. ഇതാ മാധ്യമ അജണ്ട എന്ന് പറയുന്നത്. ഇതിനെയാണ് മാധ്യമ അജണ്ട എന്ന് പറയുന്നത്. എത്ര ആസൂത്രിതമായിട്ടാണ് ചരിത്രപരമായ ഒരു വിജയത്തെ മാധ്യമങ്ങൾ തമസ്കരിച്ചെന്ന് നോക്കുക. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. SDPIക്കാർ തീവ്രവാദികളാണെന്ന് പറയുമ്പോ, DHR തീവ്രവാദികളാണെന്ന് പറയുമ്പോ, വേദാന്തക്കെതിരെ ബീഹാറിലും ഒറീസയിലും ഗുജറാത്തിലും ആസാമിലും പശ്ചിമ ബംഗാളിലും ഒക്കെ പിറന്നു വീണ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, കുടികിടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് കല്ലും കമ്പും എടുത്തുകൊണ്ട് പോരാട്ടം നടത്തുന്ന ആദിവാസി ദളിത് ജനവിഭാഗങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ മാവോവാദികളും നക്സലുകളുമാണെന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നവര്, ആ ആളുകൾ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യമൊന്നും പറയുന്നില്ല. 63 കൊല്ലത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക. അതിൽ തന്നെ കഴിഞ്ഞ 18 വർഷക്കാലം 1992, അതൊരു കീസ്റ്റോൺ ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത്, കഴിഞ്ഞ 18 വർഷക്കാലം, ആ 18 വർഷക്കാലത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എടുക്കുക. കൃത്യമായിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ ചാനൽ ചർച്ചകളിൽ സ്ഫോടനങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും ചർച്ച ചെയ്യാത്ത 25 മാസക്കാല കടന്നുപോയത്. നിശബ്ദമായ 25 മാസക്കാലം. നിങ്ങൾ കൃത്യമായിട്ട് ഈ ദിവസത്തിൽ നിന്ന് പിന്നിലേക്ക് എണ്ണുക.